ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചന. രാവിലെ വസതിയിലെത്തി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷി മർലേന എക്സ് ആപ്പിൽ കുറിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ED അരവിന്ദ് കെജ്രിവാളിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ഇന്നലെ ഹാജരായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണോ നടപടികൾ കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? അറസ്റ്റ് എന്ന വ്യക്തമായ സൂചനകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? വ്യക്തമായ സൂചന എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് മൂന്നാം തവണയും സമൻസ് നൽകിയ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഹാജരായില്ല. അദ്ദേഹം ഉന്നയിച്ച വാദം നിയമവിരുദ്ധമാണ് തനിക്ക് നൽകിയ സമൻസ് എന്നുള്ളതാണ്. നിയമവിരുദ്ധമാണ് തനിക്ക് നൽകിയ സമൻസ് എന്ന വാദം ഉന്നയിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിനടക്കം അരവിന്ദ് കെജ്രിവാളിനെ വിധേയനാക്കാൻ ഇനി മറ്റ് നടപടികളില്ലാത്ത ഒരു സാഹചര്യമാണ് ഇഡിക്ക് മുന്നിൽ ഉള്ളത്. ഇക്കാര്യം കോടതിയെ അറിയിക്കുമോ അഥവാ അറസ്റ്റിലേക്ക് ഇഡി നീങ്ങുമോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് നടത്തി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും എന്നാണ് ഡൽഹിയുടെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള അതിഷി മർലേന ഇപ്പോൾ എക്സ് ആപ്പിൽ കുറിച്ചിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഇഡി എത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് അവർ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് ആം ആദ്മി പാർട്ടി നേതൃത്വം രംഗത്തെത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയമായിട്ട് നിശബ്ദനാക്കാനായിട്ടാണ് ഈ വിധത്തിലുള്ള നടപടികൾ എന്നതടക്കമായിരുന്നു ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആക്ഷേപം. ഏതായാലും വളരെ നിർണായകമാണ് ഇഡിയുടെ അത്തരത്തിൽ ഏതെങ്കിലും നീക്കമുണ്ടായാൽ നടപടി. ആർ രാധാകൃഷ്ണൻ, ഡൽഹിയിൽ നിന്ന്.